തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്ന് പോലീസ്. ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും പോലീസ് ഹൈക്കോടതിയിൽ. മദ്രാസ് ഹൈക്കോടതിക്ക് മുന്നിലും DMK പ്രതിഷേധം നടത്തി. നടി തൃഷയെ ലക്ഷ്യം വെച്ച് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് പോലീസ് നടപടി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഇപ്പോൾ ഇതാ വരുന്ന വാർത്തയനുസരിച്ച് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്? അമൽ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് തമിഴ്നാട് പോലീസ് തന്നെ ഹൈക്കോടതിയിൽ അറിയിച്ചത്, മദ്രാസ് ഹൈക്കോടതിയിൽ അറിയിച്ചത് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റിമാൻഡ് ചെയ്യേണ്ടതില്ല, റിമാൻഡ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കാവുന്ന നിലപാടുകൾ സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക നിർദ്ദേശം ഉദയനിധി സ്റ്റാലിനെ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നൊരാവശ്യമാണ്. അത്തരത്തിൽ സഹകരിക്കാമെന്ന് തയ്യാറാണെന്ന് ഉദയനിധിയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് ചെയ്യാതെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്നൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇതോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. റിമാൻഡ് ചെയ്യേണ്ടതായ രീതിയിലുള്ള നടപടികൾ ആവശ്യമില്ല എന്ന നിലപാടാണ് പോലീസ് കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃഷയ്ക്കെതിരായ ഒരു മോശം പരാമർശം, ഒരു അശ്ലീല പരാമർശത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, ഈ കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. സ്വാഭാവികമായും ഈ പ്രക്ഷോഭത്തിൻ്റെ സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കുറ്റകൃത്യങ്ങളും കുറ്റത്തിനുള്ള വകുപ്പുകളും അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. മറ്റൊരു നിർണായക വകുപ്പ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് സ്ത്രീകളെ അപമാനിക്കുന്നതിനുള്ള BNS-ലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ പ്രത്യേക സ്ത്രീ സുരക്ഷാ നിയമത്തിൻ്റെ ഭാഗമായുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ കലാപാഹ്വാനം നൽകുക, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ നടത്തുക എന്ന വകുപ്പുകളും BNS-ലെ തന്നെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാർജുകളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ അരങ്ങേറുകയും ചെയ്തു. തമിഴ്നാട്ടിൽ തഞ്ചാവൂരിൽ ഈ DMK പ്രവർത്തകരും TVK പ്രവർത്തകരും തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. മറ്റൊരു നിർണായക പ്രശ്നം എന്ന് പറയുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിലും പ്രതിഷേധങ്ങളുണ്ടായി എന്നതാണ്. മദ്രാസ് ഹൈക്കോടതി 12 മണിക്ക് കേസ് പരിഗണിക്കാമെന്ന നിർദ്ദേശം നൽകിയ ആ സാഹചര്യത്തിൽ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരായ ഒരു പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദയനിധിയെ വിട്ടയക്കുന്നു എന്നതോടുകൂടി അത്തരമുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും വലിയ തോതിലുള്ള സംഘർഷം തഞ്ചാവൂരിലൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അമൽ. യെസ്, വ്യക്തമാണ്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്ന് പോലീസ് അറിയിച്ചു. ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. മദ്രാസ് ഹൈക്കോടതിക്ക് മുന്നിലും DMK പ്രതിഷേധമുണ്ടായി. നടി തൃഷയെ ലക്ഷ്യം വെച്ച് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് പോലീസിന്റെ നടപടി. ഐസൺ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.